റേഷൻ അരി കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയുള്ള ഒരു റൈസാണിത്. ബിരിയാണിയോ മന്തിയോ മജ്ബൂസോ എന്ത് വേണമെങ്കിലും പേരിൽ നമുക്ക് വിളിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, നമുക്ക് പോയി നോക്കാം. കഴുകി വെച്ച ബീഫിലേക്ക് കബ്സ മസാല ഇട്ട് കൊടുക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത്, അരമുറി ചെറുനാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്ത്, മല്ലിയിലും പുതിനയും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ കബ്സ മസാലയിൽ മഞ്ഞളുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റ് കുക്കറിനകത്തേക്ക് ഇട്ട് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നേരെ അടുപ്പത്തേക്ക് കയറ്റി വെക്കാം. ആവശ്യത്തിന് വെള്ളം എടുത്ത കലം അടുപ്പത്ത് വെച്ച് കുറച്ച് സർവ്വസുഗന്ധി ഇല അതുപോലെ തന്നെ രമ്പയില ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഗ്രാമ്പൂ, ഏലം, കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കലത്തിലെ വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഊറ്റിയിട്ട് നേരെ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തുള്ള മീറ്റ് മറ്റൊരു ചെമ്പിലേക്ക് മാറ്റി അതിന് മുകളിൽ കുറച്ച് തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റൈസ് എല്ലാം ഊറ്റിയിട്ടതിന് ശേഷം മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെയിറ്റിന് വേണ്ടി മുകളിൽ ഒരു കലം വെള്ളം കൂടിയാണ് കയറ്റി വെക്കുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് ആ കനൽ കുറച്ചൊന്നും ഇങ്ങോട്ട് വലിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ തീ ഡയറക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. ഒന്നും ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ദമ്മൊക്കെ പൊട്ടിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മുടെ റൈസിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. കിട്ടില്ല സംഭവമാണ്. വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുതൽ തന്നെയാണ്. മീറ്റ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.